ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആറാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഇടക്കാല ബജറ്റായിരുന്നു. ആ ബജറ്റിൽ നിരവധിയായിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിലായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ഈ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ബജറ്റ് അവതരണത്തിന്റെ വിശകലനങ്ങളുമായി ഉണ്ണിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഉണ്ണി, ഈ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് അതുതന്നെയായിരുന്നു ലക്ഷ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നിലയ്ക്കുള്ള അവതരണങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായത്. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്ന് നിർമ്മലാ സീതാരാമൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഏതാണ്ട് അതേ നിലയ്ക്ക് തന്നെ, പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാണ് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് ആരംഭിച്ചത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഈ 10 വർഷത്തിനിടെ നടന്ന വികസന പദ്ധതികളെല്ലാം തന്നെ എടുത്തു പറഞ്ഞു. കഴിഞ്ഞ മോദി സർക്കാരിന് കീഴിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. ഈ സമ്പദ് രംഗത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായി എന്ന കാര്യമാണ് ഏറ്റവും ആദ്യം സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നിരവധി വെല്ലുവിളികളെ സർക്കാർ അതിജീവിച്ചു. ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. പിന്നെ മോദിയുടെ ഭരണത്തിൽ രാജ്യം കുതിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെല്ലാം തന്നെ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയത്. കൂടാതെ ഇന്ത്യൻ ജനത വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് രാജ്യത്തിന്റെ ഭാവിയെ ഉറ്റുനോക്കുന്നത്. കൂടാതെ എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് സർക്കാർ മുന്നോട്ട് പോയത് എന്ന കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ കൂടി ധനമന്ത്രി പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ജനങ്ങൾ ഭരണ തുടർച്ച നൽകും, അതായത് മോദി ഭരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരാണ്, തൃപ്തരാണ് എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് തുടങ്ങിയത്. മികച്ച പിന്തുണയോടെ ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരും എന്നൊരു പ്രഖ്യാപനം കൂടി ധനമന്ത്രി നൽകുകയുണ്ടായി. നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ ഈ ബജറ്റ് അവതരണം തുടങ്ങുകയായിരുന്നു. എന്തായാലും അമൃതകാലത്തിന് തുടക്കമിട്ടു എന്നാണ് പറഞ്ഞത്. വികസന ക്ഷേമ പദ്ധതികൾ ഗ്രാമീണ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനായി കഴിഞ്ഞു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ്, എല്ലാ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ് സർക്കാർ നടപ്പിലാക്കിയത് എന്നൊരു കാര്യമാണ് ധനമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ 2047 സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, ദരിദ്രർ എന്നിവരെ ശാക്തീകരിക്കുക എന്നതാണ് 2047 ലക്ഷ്യം വെക്കുന്നത് എന്നൊരു കാര്യം ധനമന്ത്രി പറയുകയുണ്ടായി. കൂടാതെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി. അതോടൊപ്പം തന്നെ അഴിമതി ഇല്ലാതാക്കി, ഗോത്ര വിഭാഗങ്ങളെ ശാക്തീകരിച്ചു, തൊഴിൽ സാധ്യതകൾ കൂടി എന്ന കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ ഭരണ തുടർച്ചയെ കുറിച്ച് ആശങ്കയില്ല എന്നൊരു കാര്യം കൂടി ധനമന്ത്രി പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനമായും കാർഷിക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകി എന്നൊരു കാര്യം ധനമന്ത്രി പറയുന്നു. കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനായി കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്ന കാര്യം ധനമന്ത്രി പറയുന്നു. 30 കോടി മുദ്ര ലോൺ നൽകി വനിതകളെ ശാക്തീകരിച്ചു. ആ രീതിയിൽ വനിതകൾക്ക് ആശ്വാസകരമാവുന്ന രീതിയിൽ 30 കോടി രൂപ മുദ്ര ലോൺ വഴി നൽകി എന്നൊരു കാര്യം പറയുന്നു. കൂടാതെ തൊഴിലെടുത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുന്നു. അതോടൊപ്പം തന്നെ വനിതാ സംവരണം നടപ്പിലാക്കി, മുത്തലാഖ് നിരോധനം നടപ്പിലാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റ് അവതരണം തുടങ്ങിയത്. കൂടാതെ കായിക രംഗത്തെ യുവാക്കൾ, ഏഷ്യൻ ഗെയിംസിലടക്കമുള്ള യുവാക്കളുടെ പ്രകടനം, ആ പ്രകടനത്തെ അല്ലെങ്കിൽ മെഡൽ നേട്ടത്തെ എല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ട് ആണ് ഈ ബജറ്റ് അവതരണം നടത്തിയത്. കൂടാതെ ജനങ്ങളുടെ വരുമാനം കൂടി, വിലക്കയറ്റം നേരിയ തോതിൽ മാത്രമാണ് എന്നൊരു പരാമർശം കൂടി ധനമന്ത്രി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ നിക്ഷേപ സൗഹൃദ രാജ്യമായി ഇന്ത്യ മാറി. കൂടാതെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഇന്ത്യക്ക് റെക്കോർഡുണ്ടായി. GST ഒരു രാജ്യം ഒരു നികുതി എന്നത് സാധ്യമാക്കി എന്ന കാര്യങ്ങളെല്ലാം തന്നെ ധനമന്ത്രി പറഞ്ഞു. കൂടാതെ സമ്പദ് രംഗം മികച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. അടുത്ത 5 വർഷം വികസനത്തിന്റെ സുവർണ വർഷമാണ് എന്നൊരു പരാമർശം കൂടി ധനമന്ത്രി ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി, അല്ലെങ്കിൽ ബജറ്റിലേക്ക് പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയായി തന്നെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും അടുത്ത 5 വർഷം കൊണ്ട് ഈ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ നിർമ്മിക്കുമെന്ന് ധനമന്ത്രി പറയുന്നു. കൂടാതെ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങും. അതോടൊപ്പം തന്നെ നിലവിലുള്ള ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കി ഉയർത്തുന്നത് പരിഗണിക്കും. ആ രീതിയിലുള്ള ഒരു നവീകരണങ്ങളെല്ലാം തന്നെ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം ആയുഷ്മാൻ ഭാരത് പദ്ധതി വിപുലമാക്കും. ആ രീതിയിലേക്ക് പദ്ധതികളെ വലിയ രീതിയിൽ തന്നെ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി പറയുന്നു. കൂടാതെ ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. കൂടാതെ ഈ വീടുകൾ അടുത്ത 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ അതിനൊപ്പം ചേർത്ത് പറയേണ്ടത് 1 കോടി വീടുകളിൽ സോളാർ പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്നും പറയുന്നു. കൂടാതെ 5 ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്കുകൾ, അതായത്
കാർഷിക രംഗത്തെ കൂടുതൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യം 5 ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്കുകൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി പറയുന്നു. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഇടത്തരക്കാർക്ക് വീടുകൾക്ക് സഹായം നൽകും. ഈ സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് സഹായം നൽകും. ലോൺ അടക്കമുള്ള പലിശരഹിത വായ്പ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ധനമന്ത്രി സൂചിപ്പിച്ചത്. കൂടാതെ ക്ഷീരരംഗത്ത് വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടി ക്ഷീരകർഷകർക്ക് കൂടുതൽ ആശ്വാസകരമായ പദ്ധതികൾ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കും. അവിടെ 35 ലക്ഷം തൊഴിലവസരങ്ങൾ. ഈ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട കാര്യം 35 ലക്ഷം തൊഴിലവസരം ക്ഷീരരംഗത്ത്, അതായത് പാൽ ഉൽപാദനം അടക്കമുള്ള കാര്യങ്ങളിൽ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. കൂടാതെ മത്സ്യബന്ധന മേഖലയിൽ, കാർഷികവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മത്സ്യബന്ധന മേഖലയിൽ 55 ലക്ഷം തൊഴിലവസരം കൊണ്ടുവരും. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം റെയിൽവേയാണ്. റെയിൽവേയിൽ 3 റെയിൽവേ ഇടനാഴികൾ പുതുതായി തുടങ്ങുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. 4000 റെയിൽവേ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിൽ വരും. സുരക്ഷിത യാത്രയാണ് അതിലൂടെ ലക്ഷ്യമിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. കൂടാതെ മെട്രോ വികസനം കൂടുതൽ നഗരങ്ങളിലേക്ക് കൊണ്ടുവരും എന്നൊരു കാര്യം കൂടി ബജറ്റിന്റെ ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട്, റെയിൽവേയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഈ വാഹന മേഖല, അതായത് ഇലക്ട്രോണിക് വാഹന മേഖലയെ കൂടുതൽ വ്യാപകം അല്ലെങ്കിൽ വിപുലമാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. കൂടാതെ കൂടുതൽ വിമാനത്താവളങ്ങൾ വരുന്നു, കൂടുതൽ വിമാനങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ നിലവിലുള്ള വിമാനത്താവളങ്ങളെ നവീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. കൂടാതെ ജൂലൈയിലെ സമ്പൂർണ്ണ ബജറ്റ്, ഇനി വരാനിരിക്കുന്നത് പുതിയ ബജറ്റാണ്. ആ സമ്പൂർണ്ണ ബജറ്റിൽ കൂടുതൽ ജനക്ഷേമകരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം GST വരുമാനം, ടാക്സുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം, GST വരുമാനം കൂടിയിരിക്കുന്നു. GST വരുമാനം കൂടുമ്പോൾ പറയേണ്ട കാര്യം, സംസ്ഥാനങ്ങൾക്കും അതിന്റെ വിഹിതം ലഭിച്ചു എന്ന് ധനമന്ത്രി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായി. കൂടാതെ നിലവിലെ ആദായ നികുതി പരിധിയിൽ മാറ്റമില്ല, നിലവിലെ നിരക്കുകൾ തുടരുമെന്നാണ് ധനമന്ത്രിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം. കൂടാതെ ടാക്സ് റിട്ടേൺ ലളിതമാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. പ്രത്യക്ഷ പരോക്ഷ നികുതിയിൽ മാറ്റമുണ്ടാകില്ലെന്നും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ ബജറ്റിൽ ധനമന്ത്രി, അതായത് ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് സൂചിപ്പിക്കാം. എബി, തീർച്ചയായും വരുന്ന വർഷങ്ങളിൽ, അതായത് വരുന്ന 5 വർഷം വികസനത്തിൻ്റെത് മാത്രമായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ ധവളപത്രം ഉൾപ്പെടെ ചില കാര്യങ്ങൾ മേശപ്പുറത്ത് വെക്കും എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2014 മുമ്പുള്ള സമയത്തെ വികസനം അത് അമ്പേ പരാജയമായിരുന്നു. 2014 ശേഷമാണ് അത് ഒരു അമൃതകാലത്തിൻ്റെ വികസനത്തിൻ്റെ ഗതിവേഗത അതിവേഗം കൂട്ടിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്നുള്ള നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് ചില വിമർശനങ്ങൾ കൂടി, കഴിഞ്ഞ സർക്കാരുകളെ വിമർശിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ശരിക്കും ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന നിലയിലേക്ക് ഒരുപക്ഷെ ഇതിനെ വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. തീർച്ചയായും എബി, ആ രീതിയിൽ തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. പ്രധാനമായും ഈ യുവാക്കളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റിൽ, ഈ ഇടക്കാല ബജറ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ബജറ്റിലെ ചില പ്രഖ്യാപനങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. തൊഴിലവസരം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർത്തി പറയേണ്ടത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നൊരു കാര്യം കൂടി ധനമന്ത്രി ഈ ഇടക്കാല ബജറ്റിൽ പറയുന്നു. കഴിഞ്ഞ സർക്കാരുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ കണക്കുകളെല്ലാം തന്നെ നിർത്തി തന്നെയാണ് ധനമന്ത്രി ഈ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഈ കൂടുതൽ തൊഴിലവസരങ്ങൾ, പല മേഖലകളിലായി കൂടുതൽ തൊഴിലവസരങ്ങൾ തുറക്കപ്പെടും. അത് പ്രധാനമായും യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു, അല്ലെങ്കിൽ യുവജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാവുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ കാർഷിക രംഗത്ത് തന്നെയാണ്. കാർഷിക രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും ഈ ബജറ്റിൽ പറഞ്ഞൊരു കാര്യം. അതായത് ക്ഷീരരംഗത്ത് ക്ഷീര കർഷകർക്ക് കൂടുതൽ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കും. അതിലൂടെ തന്നെ 35 ലക്ഷം തൊഴിലവസരങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. കൂടാതെ മത്സ്യബന്ധന മേഖലയിൽ എക്സ്പോർട്ടിംഗ്, കയറ്റുമതി അടക്കം, സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അടക്കം വർദ്ധിപ്പിക്കും. അവിടെ അതിലൂടെ തന്നെ ഒരു 55 ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കപ്പെടും എന്നൊരു കാര്യം കൂടി പറയുന്നു. കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പലിശരഹിത വായ്പകൾ കൂടുതലായി അനുവദിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ കൂടുതൽ സഹായം നൽകുമെന്ന ഒരു പ്രഖ്യാപനം കൂടി ധനമന്ത്രി ഇന്ന് ഈ ബജറ്റിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതെല്ലാം തന്നെ ഒരു യുവജനതയെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും ഈ തൊഴിലവസരം അടക്കമുള്ള കാര്യങ്ങളിൽ പതിവ് ശൈലി തന്നെ തുടർന്നുവെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പശ്ചാത്തല വികസനത്തിനൊപ്പം തന്നെ ഗതാഗതത്തിലടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമുണ്ട് എന്ന കാര്യം കൂടി പറയുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ
3 റെയിൽവേ ഇടനാഴികൾ തുറക്കപ്പെടും അല്ലെങ്കിൽ പുതുതായി തുടങ്ങും എന്നൊരു കാര്യമാണ് പറയുന്നത്. കൂടാതെ അത്യാധുനിക രീതിയിലേക്ക് റെയിൽവേയുടെ സൗകര്യം അതോടൊപ്പം തന്നെ റെയിൽവേ യാത്ര സുരക്ഷിത യാത്ര മാറുന്നു, അതിനുള്ള തുടക്കം കുറിക്കും എന്നാണ് പറയുന്നത്. 40,000 റെയിൽവേ ബോഗികൾ വന്ദേ ഭാരതിന്റെ നിലവാരത്തിൽ, അതായത് വന്ദേ ഭാരത് ബോഗിയുടെ നിലവാരത്തിലേക്ക് മാറും, ആ രീതിയിലേക്ക് വരുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. അതിലൂടെ സുരക്ഷിത യാത്ര എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതും ഏറ്റവും വ്യക്തമായ കാര്യമാണ്. കൂടാതെ മെട്രോ യാത്രകൾ, മെട്രോ സർവീസുകൾ, മെട്രോ വികസനം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. നിലവിലുള്ള നഗരങ്ങളിൽ നിന്ന് കൂടുതൽ മേഖലയിലേക്ക് അത് വ്യാപിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരും എന്നൊരു കാര്യം കൂടി ധനമന്ത്രി സൂചിപ്പിക്കുന്നു. കൂടാതെ ഈ ഇലക്ട്രോണിക് വാഹന മേഖലയെ നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ ഇലക്ട്രോണിക് വാഹന വിപണി അടക്കം വലിയ രീതിയിൽ തന്നെ വിപുലമായിക്കൊണ്ട് അത് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കും, കൂടുതൽ തലത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വ്യോമഗതാഗതം വലിയ രീതിയിൽ വിപുലമാക്കുമെന്നൊരു കാര്യം കൂടി പറയുന്നു. കൂടുതൽ വിമാനത്താവളങ്ങൾ ആരംഭിക്കും, അതോടൊപ്പം തന്നെ കൂടുതൽ വിമാനങ്ങൾ വരും. അതോടൊപ്പം തന്നെ നിലവിലുള്ള വിമാനത്താവളങ്ങളിലെ പശ്ചാത്തല സൗകര്യമടക്കം വിപുലീകരിച്ച് അത് മികച്ച സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെടുമെന്ന കാര്യങ്ങളടക്കം ധനമന്ത്രി പറയുന്നു. കൂടാതെ ഈ സംസ്ഥാനങ്ങൾക്കുള്ള പലിശരഹിത വായ്പ ഈ വർഷവും തുടരുമെന്നൊരു കാര്യം കൂടി ധനമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ടൂറിസം രംഗത്തിലടക്കം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്നത് തന്നെയാണ്. ടൂറിസം രംഗത്ത് സംസ്ഥാനങ്ങൾക്ക്, ടൂറിസം വികസനത്തിനായി സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകും, അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയെ ഈ ടൂറിസം രംഗത്തേക്ക് കൊണ്ടുവരും എന്നൊരു കാര്യം ധനമന്ത്രി പറയുന്നുണ്ടായി. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ലക്ഷദ്വീപ് നമുക്കറിയാം ഒരു ടൂറിസം ഹബ്ബാണ്. വലിയ രീതിയിൽ തന്നെ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ മാലദ്വീപുമായി ബന്ധപ്പെട്ട് കുറെ പല കാര്യങ്ങളടക്കം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം മേഖലയിലുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ടൂറിസം രംഗത്തിൽ വലിയ രീതിയിലുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ട്. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ലക്ഷദ്വീപിനെ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി. ലക്ഷദ്വീപിൽ വലിയ ടൂറിസം വികസനം ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ധനമന്ത്രി പറഞ്ഞു. കൂടാതെ സംസ്ഥാനത്ത് ഈ ടൂറിസം വികസനത്തിനായി സംസ്ഥാനങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ വായ്പ നൽകും എന്നൊരു കാര്യം കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം ജനസംഖ്യാ വർധനവ് പഠിക്കാൻ വിദഗ്ധ സമിതിയെ കൊണ്ടുവരുമെന്നും ധനമന്ത്രി പറയുന്നു. ഇനി ഈ രീതിയിൽ തന്നെയാണ് പ്രധാനമായും GST സ്ലാബിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ GST വരുമാനം കൂടിയെന്ന് പറയുന്നു. സംസ്ഥാനങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടി, എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഗുണം കിട്ടി എന്നും പറയുന്നു. ഈ GST വിഹിതവുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളും കേന്ദ്രവുമായി നിരവധി പ്രശ്നങ്ങളടക്കം GST വിഹിതത്തിലടക്കമുള്ള തർക്കങ്ങളെല്ലാം തന്നെ രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം ധനമന്ത്രിയുടേതായി ഉള്ളത്. അതായത് GST വരുമാനം കൂടി, സംസ്ഥാനങ്ങൾക്ക് ആ വരുമാനം കൂടിയതിന്റെ ഗുണം ലഭിച്ചു എന്നാണ് ധനമന്ത്രി പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ആദായ നികുതി പരിധിയിൽ മാറ്റമില്ലെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. നിലവിലെ നിരക്കുകൾ അത് തുടരും, ആ നിലവിൽ രീതിയിൽ തന്നെ തുടരും. കൂടാതെ ടാക്സ് റിട്ടേൺ ലളിതമാക്കും, എളുപ്പത്തിൽ തന്നെ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള രീതിയിൽ കൊണ്ടുവരുമെന്നാണ്, കൂടുതൽ ലളിതമാക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. കൂടാതെ ഇപ്പോൾ BJPയുടെ നേതാവ് ശ്രീമതി സജിനി നമ്മോടൊപ്പം ഉണ്ട്. നിരവധി നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഈ ബജറ്റ് അവതരണത്തിന് പിന്നാലെ വരുന്ന സാഹചര്യം കൂടിയാണ്. പ്രതികരണങ്ങൾ